ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് പറയാൻ പോകുന്നത് ഈഗോ ക്ലാഷിനെ കുറിച്ചാണ്. ആദ്യം നമ്മൾ ഈഗോ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഈഗോ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ അഹങ്കാരം, അഹംഭാവം, അഹന്ത, എന്താണ് ഇതൊക്കെ? അതായത് ഒരു വ്യക്തി ആ വ്യക്തിയെ അതിശക്തമായി അദ്ദേഹത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇത് അതിശക്തമാകുമ്പോൾ, അതായത് ഞാൻ ഇങ്ങനെയാണ്, മറ്റുള്ള വ്യക്തിയിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്നുള്ള രീതിയിൽ അതിശക്തമായ ഒരു ഇമ്പോർട്ടൻസ് ആ വ്യക്തിക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മറ്റേ വ്യക്തിയോട് കൂടി അയാളുടെ തോട്ടുകളെയും അയാളുടെ പ്രവൃത്തികളെയും എല്ലാം ഇദ്ദേഹം അങ്ങനെയല്ല എന്ന് ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ ഉരസി പോകുന്ന സാഹചര്യമാണ് ഈ ക്ലാഷ് എന്ന് പറയുന്നത്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു രണ്ട് വ്യക്തികൾ തമ്മിൽ. അദ്ദേഹവും അതേപോലെ വിചാരിക്കുന്നു, എങ്ങനെ ഞാനാണ് വലുത്, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള ഇതൊക്കെ വേണം. പക്ഷെ ഇത് അതിശക്തമാകുമ്പോൾ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പറയുന്ന ക്ലാഷുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്നു, ഈഗോ ക്ലാഷ്. ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന കൊലീഗ്സ് തമ്മിൽ, ഒരേ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്നു. ഇനി ഒരു സുപ്പീരിയർ ആയാൽ കൂടി ആ സുപ്പീരിയോറിറ്റിക്കും ഒരു പരിമിതിയുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഈഗോ വർക്കൗട്ട് ആയാൽ അദ്ദേഹവും അതിശക്തമായ ഒരു ക്ലാഷിലോട്ട് വരും, താഴത്തൊരു സബോർഡിനേറ്റോ എൻ്റെ അടുത്ത്, അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് ക്ലാഷുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അവന് എങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം എന്നുള്ളത് ചില റെഗുലേഷൻ നമ്മൾ വരുത്തേണ്ടിയിരിക്കുന്നത് നമ്മളെ ഈഗോയിൽ. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആവണം. അതായത് ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നന്ദിയുള്ളവർ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ പ്രവൃത്തികളും നമുക്ക് കിട്ടുന്നതിന് ഒരു താങ്ക്സ് മനോഭാവം അവിടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ നമുക്ക് ആ ഒരു ക്ലാഷിനെ, ആ ഒരു സിറ്റുവേഷന്, ആ ഈഗോ റെഗുലേഷനിൽ കൂടി നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനൊരു ഡീറ്റെയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.